നിങ്ങളെല്ലാവരും എന്നെയാണോ നോക്കണേ? ഞാൻ എല്ലാവർക്കും ചിരിച്ചു തരട്ടെ, ചിരിച്ചു തരട്ടെ. എനിക്ക് പല്ലൊന്നും വന്നിട്ടില്ല കേട്ടോ, ഞാൻ കുഞ്ഞുണ്ണിയല്ലേ. എൻ്റെ പേരെന്താണെന്നറിയോ? എൻ്റെ പേരാണ് ശ്ലോക. എൻ്റെ വീട്ടിൽ ആമീന്ന വിളിക്കുക. എനിക്ക് 3 ഏട്ടന്മാരുണ്ട്. 3 ഏട്ടന്മാരുടെ ഒരു സുന്ദരി മോളാണ് ഞാൻ. എൻ്റെ ഏട്ടന്മാരൊക്കെ സ്കൂളിൽ പോയിരിച്ച്, അതുകൊണ്ട് എന്നെ കളിപ്പിച്ചാനൊന്നും ഇവിടെ ആരുമില്ല. എൻ്റെ ഏട്ടന്മാരൊക്കെ സ്കൂള് വിട്ട് വന്നാൽ എന്നെ എടുത്തിട്ട് മുറ്റത്തൊക്കെ നടക്കും. എനിക്ക് ആടുണ്ണീനെയും പശുണ്ണീനെയും കോയുണ്ണീനും ഒക്കെ കാണിച്ചു തരും. എൻ്റെ 3 ഏട്ടന്മാരുടെ കുഞ്ഞി പെങ്ങളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും എന്നെ എടുത്ത് നടക്കും. ഞാൻ എൻ്റെ ഏട്ടന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഈ അമ്മ വീഡിയോ എടുക്കുന്നത്. എനിക്കെൻ്റെ കഥ പറഞ്ഞ് ഫുള്ളാക്കാൻ സമ്മതിക്കണില്ല. ഞാൻ എൻ്റെ ഏട്ടന്മാരുടെ കഥ പറയുമ്പോൾ ഈ അമ്മ അപ്പം വീഡിയോ എടുക്കും. ഞാനിങ്ങനെ ഒന്നും പറയണില്ല. ഞാനിവിടെ മിണ്ടാണ്ട് കിടക്കുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് നേരം നീന്തി കളിച്ചട്ടെ. ഈ ചുമരൊക്കെ ചവിട്ടിയ പൊളിയോ? ഞാനൊന്ന് ചവിട്ടി നോക്കട്ടെ. ചിലപ്പോൾ പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴുമെന്നാവോ. എന്തായാലും ഇവിടുന്ന് കുറച്ച് വിട്ട് കിടന്നിട്ട് ചുമര് ചവിട്ടി നോക്കാം. ഇത് പൊളിയണില്ല കേട്ടോ, ഇത് സ്ട്രോങ്ങാ. ഞാനേ കുറച്ച് എന്തേലും പാപ്പ് തിന്നട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഈ കാൽബിനൊന്നും ഒന്നും കിട്ടണില്ലല്ലോ. എന്താണ് ഒരു രുചി ചെയ്യാത്തത്? ഞാൻ തിന്നണ പാപ്പ് പോലെ മധുരമൊന്നും ഇല്ല കേട്ടോ. ഇത് ഒരു ടേസ്റ്റ് ഇല്ല. ഞാനിങ്ങി വീണ്ടും കുറച്ചേരം ചുമര് ചവിട്ടി പൊളിച്ചട്ടെ. ഇത് പൊളിച്ചിട്ട് വേണം എനിക്ക് പുതിയ വീട് വെച്ചാൻ. പിന്നെ ദാഹിച്ചിട്ട് വയ്യടോ. എന്തൊരു കട്ടാണ് വെച്ചിട്ടാ. ഒരു പല്ലില്ലേ എന്നെ ഇരുന്ന് നോക്കണത്? എന്തിനാ പല്ലിന്നെ നോക്കണത്? പല്ലിങ്ങി എൻ്റെ കൂടെ കളിച്ചാൻ വരികയാണോ? എനിക്ക് ക്ഷീണമായി. ഇനി ഞാൻ കുറച്ച് നേരം വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അമ്മേ, എന്തൊരു ടേസ്റ്റാണ് ഈ ചുമരിനൊക്കെ. എന്തൊരു ടേസ്റ്റാണ്. എനിക്ക് തിന്നിട്ടും മതിയാവണില്ല. എന്തൊരു രുചിയാണ്. ഞാൻ നക്കി തിന്നു. നാളെ ഇവിടെ ഈ ചുമരൊന്നും ഉണ്ടാവില്ല. ഞാൻ മൊത്തം തിന്നു. ഞാൻ ആർക്കും തരില്ല. എൻ്റെ അമ്മ കാണണ്ട. എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ അപ്പം പിടിച്ചു മാറ്റും. ഞാനിത് മുഴുവൻ തിന്നട്ടെ. ഈശ്വരന്മാരേ, വേറെ ആരും ഇത് കാണല്ലേ. എൻ്റെ അമ്മ എന്നെ പിന്നെയും പിടിച്ചുറക്കി. ഞാൻ എൻ്റെ കഥകളൊന്നും പറഞ്ഞ് ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ എൻ്റെ ബാക്കി കഥയൊക്കെ നാളെ പറയാം കേട്ടോ.